ഗൈസ്, അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. നമ്മൾ നാട്ടിൽ പോവാണ് നാളെ രാവിലെ. ഇന്ന് ക്രിസ്മസ് ഈവ് അല്ല, ഇന്ന് ക്രിസ്മസ് ഡേ ആണ്, 25 ഡിസംബർ. അപ്പം നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്ക് പോവുകയാണ്. വ്ലോഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതൊരു ട്രാവൽ എന്നെ കാണുകയാണല്ലേ നിങ്ങള്? എനിക്ക് സുഖമാണ്. എന്നെ ഇപ്പോഴാണ് കാണുന്നത്. നമുക്ക് കാറിനകത്ത് കയറി സംസാരിക്കും. നമ്മള് ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോവാണ്. ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ എടുക്കും, അത്രേ ഉള്ളൂ. സോ നമ്മള് നാളെ ഞാനും ബാജിയും അമ്മയും ചേട്ടനും 4 പേരായിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് ഒന്നിച്ച് പോവുകയാണ്. ലൈക്ക് നമ്മള് പലരും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, പറഞ്ഞത് ശരിയായില്ല, സോറി. 4 പേരും കൂടെ ആദ്യമായിട്ട് ഒന്നിച്ച് പോവുകയാണ് നാട്ടിൽ. നാളെ ചേട്ടൻ്റെ കല്യാണത്തിന്. അതാണ് ഏറ്റവും വലിയ ഒരു എക്സൈറ്റിംഗ് തിങ്. ഇവര് പിന്നീട് വരും, ഡേറ്റ് തീരുമാനിച്ചില്ല, അവര് പിന്നീട് വരും. ജനുവരി മിഡൊക്കെ ആകുമ്പോഴത്തേക്കും കല്യാണം അടുപ്പിച്ചേ വരത്തുള്ളൂ. കല്യാണം 29th ആണ് ജനുവരി. അപ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മൾ നാളെ എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളും പാക്ഡ് ആണ്. ഇനി നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോകുന്നു. സോ അതിൻ്റെ ഇപ്പോഴേ ഞാൻ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു, നാളത്തെ ഒരു ട്രാവൽ വ്ളോഗ്. ഓക്കെ, എൻഗേജ്മെന്റ് ഇന്നും കൂടെയൊക്കെ ഉള്ളു ഈ കോവിലിൽ. ഇപ്പം ബാച്ചിലറായിട്ട് മറ്റന്നാ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫാമിലി മാന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിരിക്കും കേട്ടോ. പിന്നെ എല്ലാം അങ്ങോട്ടും എന്നുള്ള രീതിയിലായിരിക്കും കുഞ്ഞമ്മയോടൊക്കെ പെരുമാറുന്നത്. ഇപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോ കണ്ടില്ല, അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റന്നാ ഉള്ള എൻഗേജ്മെന്റിന്റെ ആള് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വേണം, കാരണം ഞാനും ഇപ്പോഴും നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബാസുള്ള നല്ല സൗണ്ടൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. കാണിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റോപ്പിൽ. നമ്മളിനി എങ്ങോട്ട് ചേട്ടാ പോകുന്നു? എവിടെയെങ്കിലും കറങ്ങാൻ പോവാ. നമ്മളൊന്നും ഉറങ്ങുന്നില്ല. എന്തായാലും ഞാൻ ഉറങ്ങുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ ഉറങ്ങുന്നില്ല. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെത്തുമ്പോൾ ജെറ്റ് ലാഗ് വന്നാലും എനിക്ക് ഫ്ലൈറ്റ് ഒക്കെ നന്നായിട്ട് ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ സാധാരണ തലേ ദിവസം ഉറങ്ങൂല. എന്നെ പറ്റി എന്തോ പറയാണ്. മാറിയ 7.5 കിലോ. നമ്മളിറങ്ങി മണി 6:30 നമ്മളെല്ലാം സൂട്ട് കേസ് എല്ലാം എടുത്ത് വണ്ടിയിലൊക്കെ വെച്ചു. ഹായ് ഗൈസ്, അപ്പോൾ 6:30 ഞാൻ ചെറുതായിട്ടൊരു 1/2 മണിക്കൂർ നാപ്പ് എടുത്തു. പക്ഷേ അത് കുഴപ്പമില്ല, എനിക്ക് ഉറക്കം വന്നില്ല. ബട്ട് ഐ വാസ് ലൈക്ക്, എനിക്ക് ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കഴിഞ്ഞാൽ പെട്ടെന്നാകുമല്ലോ, പിന്നെ എണീറ്റ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങിയതാണ്. നമ്മളെല്ലാം റെഡിയായി, നമ്മുടെ കാറൊക്കെ വന്നു, അതിൽ സ്യൂട്ട് കേസ് എല്ലാം എടുത്ത് വെച്ചു, ഭാഗ്യത്തിനെല്ലാം ഫിറ്റായി. നമുക്കതായിരുന്നു പേടി, കാരണം എനിക്ക് തോന്നുന്നു ഒരു 8 ബാഗ് ഉണ്ടായിരുന്നു. സോ എല്ലാം ഫിറ്റായി. നല്ല
രണ്ടുപേരും അമ്മ ഏറ്റവും ബാക്കി ഇരിക്കും, എനിക്ക് ബാക്കി ഇരിക്കാൻ പറ്റില്ല. മൈനസ് എത്ര? 10. ആ, അതില് ബാജിയുടെ ഔട്ട്ഫിറ്റാണ്. തണുത്ത് വിറച്ച് അകത്തോട്ട് ഓടി. ബാക്കി പെട്ടിയൊക്കെ നമ്മളാണ് വന്നത് പിറകെ. കുഴപ്പമില്ല, ഇനി തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഇനി ജാക്കറ്റും കൊണ്ടുവരണോ? നമ്മൾ മെക്ഡോണൾഡ്സിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആരും ഒന്നും കഴിച്ചില്ല. എല്ലാം കഴിഞ്ഞു, ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തു, സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഗേറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ക്യാബ് ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ. നമ്മളിവിടെ നിന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഡൽഹിയിലെത്തി. ഇവിടെ നിന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാഗേജ് എടുത്തിട്ട് വേണം പിന്നെയും ബാഗേജ് ചെക്ക് ഇൻ ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റ് ഇപ്പം 1:30 ആയെന്ന് തോന്നുന്നു. ഇനി അടുത്ത ഫ്ലൈറ്റ് ഇവിടെ നിന്ന് 3:30-ക്കാണ്. அந்த ட்ராலி கண்டிப்பாக வேணும். எடுத்துட்டு வரட்டுமா? ட்ராலி എടുത്തിട്ട് வரட்டுமா? ഇനി നെറ്റ് കിട്ടിയിട്ട് വേണം മോളിൽ ചെന്ന്. എനിക്ക് തോന്നുന്നു ഗേറ്റിൻ്റെ അവിടെ എന്തോന്ന് നെറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ചെന്ന് ഹെൽപ്പ് ഡെസ്കിൽ പോയി ചോദിക്കണം നെറ്റിന് വേണ്ടി. സോ അത് ചോദിച്ചിട്ട് മയൂയ്ക്കും വരവേക്കും മെസ്സേജ് ഉണ്ടാവും. നമ്മൾ ഇച്ചിരി ഏർലിയാണ് നമ്മുടെ ഫ്ലൈറ്റ് നാട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അത് പറയണം. യെസ്, ബാഗൊക്കെ കിട്ടി. നമ്മൾ ചേട്ടനും ബാജിയും ഡ്യൂട്ടി ഫ്രീയിൽ. സോ അവരും കൂടെ വന്നിട്ട് പെട്ടെന്ന് പോയി ചെക്ക് ഇൻ ചെയ്യണം. ആക്ച്വലി സമയമായി 3:30-ക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ കുറേ ഇപ്പം ഇത്ര 2:15 എന്തോ ആയി. ചെക്ക് ഇൻ ഒന്നും ചെയ്തില്ല, സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല, ഇങ്ങനെ നിൽക്കുകയാണ്.
ഉണ്ടായിരുന്നവരൊന്നുമില്ല. ഞാനെല്ലാം പെട്ടിയും എടുത്ത് വെച്ചു സക്സസ്ഫുള്ളി. ഇനിയുണ്ട് വരാൻ. ബാജുതോ വരുന്നു. Alright, let's go outside. അവരെല്ലാവരും വന്നു. ബാജു സ്റ്റിൽ എന്തോ ചെയ്യണം. ഹായ് ഫോട്ടോഗ്രാഫർ മയൂക എന്റെ വ്ളോഗിനൊരു ഹായ്. ആദ്യമായിട്ടാണ് ഇനി ഒരു മാസം ഫുൾ മയൂക ആയിരിക്കും. മയൂക അനാച്ചു സിട്ടു ആയിരിക്കും. എന്താണേണ എന്താണ ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി അല്ല മയൂക ചേച്ചി എന്റെ വ്ളോഗിനൊരു ഹായ്. അക്ഷയ ചേച്ചി മേമ്മ കണ്ട ഹാപ്പി ആയ പറ പറ എന്നാണോ? ഇതാണ് WTC. ഇതാണ് WTC. സെൻട്രൽ മോൾ. എനിക്ക് സെൻട്രൽ മോൾ അമ്മു പാടം ഇട്ടിട്ട് നമ്മള് സോയിക്കുട്ടനെ കാണാൻ പോവാണ് അല്ലേ? We're going to meet സോയിക്കുട്ടൻ. ഞാൻ അവനെ 1 month കണ്ടതാണ്. ഇനിയിപ്പോ 1 year ആവാറായി അവര്. അമ്മ ഇതുവരെയും കണ്ടിട്ടില്ല അവനെ. യെസ് എന്റെ അമ്മച്ചി എവിടെ? എന്റെ അമ്മച്ചി എവിടെ? നോക്കണ്ട എന്റെ കുറച്ച് പിന്നെ ചേട്ടമ്മ വെൽക്രോ ബേബിയാണ്. കരയിപ്പിക്കണ്ട അമ്മ. ചേട്ടൻ വണ്ടി എടുക്കാൻ പോയി മണക്കാട്. സന്തോഷം ബാജി നേരെ പോയി വീട്ടിൽ പോയി. ശല്യം ചെയ്യില്ലേ ഇവിടെ? എനിക്കൊരു പാട്ട് തരോ? ഓക്കെ, നമ്മളിപ്പോ എവിടെ പോവാണ്? മനാമുലയില്. സെറ്റ് ഫുൾ കളിച്ച് കുളിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ മണ്ണാമൂല പോവാണ്. മണ്ണാമൂല പോയിട്ട് സെറ്റു മയൂകയിലൂടെ ഇങ്ങ് തിരിച്ചു വരും. മയൂക കൊണ്ട് വീട്ടിലാക്കും അല്ലേ? വെള്ളം വേണം. വെള്ളം തരാം. ഓക്കെ, ഹായ്. വീടെത്തി. ആണ് ബാജിയുടെ അച്ഛൻ, ബാജി സ്റ്റാർ. ഞാൻ അമ്മു.
ചേട്ടനാ ശരിയുണ്ട്. വീടെത്തി. സിട്ടും മയൂരും എല്ലാവരും വീട്ടിൽ. നമ്മുടെ അപ്പത്തെ നെയ്ബേഴ്സ് നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് എല്ലാവരുമായിട്ട്. നമ്മളെല്ലാവരെയും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. നമ്മൾ 4 പേരും കൂടെ തന്നെ ഇറങ്ങി. വ്ളോഗ് അവർ നാളെ എത്തുമല്ലേ? എത്തി. ഇതൊക്കെന്താ സർപ്രൈസ് ആണല്ലോ, ഞാൻ അറിഞ്ഞില്ല. ഹായ് റൂബി. പെണ്ണാണ്. എടാ അടിച്ചവര് പറഞ്ഞ ഞാൻ ഇപ്പൊ ഡും സഹൂർ ഇട്ടുതരാം. പറ, നമ്മളെവിടെ പോവാണ്? ബിരിയാണി കഴിക്കാൻ സംസമില് പോവാണല്ലേ? ചേട്ടന് ബിരിയാണി മതിയോ? നമ്മളെല്ലാരും ഇതില് ചേട്ടനും അമ്മയും ബാച്ചിയും ഫ്രണ്ടില് കാറിൽ പോയി, നമ്മുടെ കാറില്. പിന്നൊരു മയൂകയും കൂടെ ഉണ്ട്, മയൂക ചേച്ചി. അതാണ് അവളുടെ പേരറിയാം, അതുകൊണ്ട് അവളെ ഇഷ്ടമാണ്. നമ്മുടെ പേര് അറിഞ്ഞുകൂടാ, നമ്മളെ ഇഷ്ടമല്ല. ഇപ്പൊ പഠിപ്പിച്ചെന്നില്ലേ പേര് പറഞ്ഞ? ചേച്ചിയുടെ പേരെന്താ? വീണ്ടും മറന്നവൻ. അക്കോട്ട് തുടങ്ങും. ബാക്കി പറ. അക്ഷയ് കുമാർ. അക്ഷയ. സിറ്റു. നമ്മള് സംസമിലെത്തി. വെയിറ്റ് സിറ്റു വെയിറ്റ്. അങ്ങനെ പോയി. സൂപ്പ് കൊടുക്കാനാ? ഇപ്പൊ സൂപ്പ് വരും. ഇഷ്ടപ്പെട്ടാ? ഇത് വേണ്ട, അത് മാറ്റിട്ടോ, കഴിക്കണ്ട. പോവാ. അവര് പോയി. നമ്മുടെ ന്യൂ കാർ. നമ്മള് സിറ്റുവിനെ കൊണ്ടാക്കാൻ വന്നു. നാളെ മേമ വരുവേ. അന്ന് മേമയും മയൂകയും വന്ന് വിളിച്ചോണ്ട് പോവാ. ഓക്കെ, മേമ ഒരു ഉച്ചക്ക് വരാം. കഴിച്ചിട്ട് നിക്കണേ. ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോ ഞാൻ വരും. ഓക്കെ, എവിടെ വെക്കണേ? സിറ്റുവേ വാടാ, അകത്ത് വാ. ഞാൻ അകത്ത് കയറുന്നില്ല. ചേച്ചിയമ്മ പോണേ. ടാറ്റ. ഉമ്മതാ. ആരെങ്കിലും നോക്ക്. നമ്മൾ അനാച്ചുവിൻ്റെ വീട്ടിൽ വന്നു വെറുതെ രാത്രി. അനാച്ചുവിൻ്റെ വീട്ടിൽ വന്നു വെറുതെ. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോകും, ഉറങ്ങും.
മണി 11:30 11:30 ആയി. പട്ടത്തിൽ പോയി ചിക്കൻ കറി ഞാനാണെങ്കിൽ എങ്ങനെ തിന്നാൻ വേണ്ടി ഫൈനലി വീടെത്തി. 12 മണിയായി. നമ്മളിഞ്ഞി കിടന്നുറങ്ങുന്നു. രാവിലെ നമുക്ക് 5-ന് എണീക്കണം. നമുക്കൊരു പൂജയുണ്ട്, അതിന് പോകണം. കമ്പോജ് കുത്തി ബൈ ബൈ. ഭയങ്കര ടയേർഡാണ്. വളരെയധികം.